വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ തന്നെ ഒരു മേക്കപ്പ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഒരു 5 വർഷം മുൻപുള്ള എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ ഫസ്റ്റത്തെ ക്രിസ്മസ് മേക്കപ്പ് ലുക്ക്. സോ ഞാൻ ആ വീഡിയോ ഇവിടെ റെഫറൻസ് വെച്ചിരിക്കുന്നതാണ്. അന്ന് ഉപയോഗിച്ച ഡ്രസ്സോ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. പക്ഷേ ഇപ്പം നിലവിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാനത് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചു. എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾ പറയുക ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കിൽസ് മാറിയോ, എൻ്റെ ആ ക്രിയേറ്റിവിറ്റി മാറിയോ എന്നൊക്കെ പറയണം. ഞാൻ അതിന്റെ കറക്റ്റ് ഉള്ള അന്നത്തെ വോയിസ് ഓവർ ഫോളോ ചെയ്യാൻ പോവാണ്. സോ ഇനി ഇത് കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ആ വീഡിയോ മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ കൂടെ ആ സ്ക്രീനിൽ കേൾക്കുന്ന ആ വോയിസ് എന്താണോ അത് ഞാൻ റീക്രിയേറ്റ് ചെയ്യുവാണ്. പ്രോഡക്റ്റ് വേറെയാണ് കേട്ടോ. നിങ്ങൾ പറയണം 5 വർഷത്തിന് ശേഷം ഉള്ള എൻ്റെ മേക്കപ്പ് സ്കില്ല് മാറിയോ ഇല്ലെന്ന്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ക്രിസ്മസ് മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ടോണർ ആൻഡ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ദെൻ ഞാൻ ഫേസിൽ നല്ലൊരു ബേസിന് വേണ്ടിയിട്ട് സൺസ്ക്രീമാണ് അപ്ലൈ ചെയ്തത്. ആദ്യം ഞാൻ ഫേസിൽ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്തത്. ഫൗണ്ടേഷന് മെബിലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. ഇൻ ദ ഷെയ്ഡ് 228. അതിനുശേഷം വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടുന്നത്. അപ്പോൾ ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. ദെൻ ഞാൻ സിവാന കളേഴ്സിൻ്റെ ഐബ്രോ കിറ്റിലെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. രണ്ട് ബ്രോയും ഫില്ല് ചെയ്ത ശേഷം ഒരു കോംബ് വെച്ച് കോംബ് ചെയ്ത് കൊടുത്തു. ദെൻ ഒരു കോമ്പാക്റ്റ് അപ്ലൈ ചെയ്തു. മെബിലിൻ ന്യൂയോർക്കിന്റെ വൈറ്റ് സൂപ്പർ ഫ്രഷ് കോമ്പാക്റ്റ് ആണ് അപ്ലൈ ചെയ്തത്. ഇൻ ദ ഷെയ്ഡ് മാർബിൾ. അത് ഞാൻ സ്വെറ്റ് ആവാൻ ചാൻസ് ഉള്ള ടീ സോണിലാണ് അപ്ലൈ ചെയ്തത്. ദെൻ ഞാൻ സിവാന കളേഴ്സിന്റെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് നോസ് ഒന്ന് കോണ്ടൂർ ചെയ്തു. ഫിംഗേഴ്സ് വെച്ചാണ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തത്. ലാക്മിയുടെ ഐക്കോണിക് കാജൽ യൂസ് ചെയ്ത് ടൈറ്റ് ലൈൻ ചെയ്തു. ദെൻ ഞാൻ സെയിം കാജൽ, അതായത് ലാക്മി ഐക്കോണിക് കാജൽ വെച്ചു ഐലാഷസിന്റെ മുകളിൽ വരച്ചു. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല വരച്ചത്, കാരണം അത് സ്മഡ്ജ് ചെയ്യാനുള്ളതാണ്. ദെൻ ഞാൻ ഒരു ബഡ്സ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഐ മേക്കപ്പിന് ഞാൻ മെബിലിൻ ന്യൂയോർക്കിന്റെ 24K ന്യൂഡ്സ് പാലറ്റിലെ ബ്ലാക്ക് ഷെയ്ഡ് എടുത്ത് ഔട്ടർ വ്യൂ നന്നായിട്ട് വരച്ചു കൊടുത്തു. നല്ല ബ്ലാക്ക് ഷെയ്ഡാണ്, നല്ല ഡീപ്പർ ബ്ലാക്ക് ആണ് ഈ ഷെയ്ഡ്. ഞാനത് 2 ഐസിൽ വരയ്ക്കുന്നുണ്ട്. ഞാൻ സെയിം പാലറ്റിലെ ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ക്രീസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. 2 ഐസിലെ ക്രീസിൽ ഞാൻ അപ്ലൈ ചെയ്തു. ഐ ഷാഡോ ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്തത് തീൻ കളറാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് സ്റ്റീൽ പാരിസ് എന്ന ഒരു ഡ്രഗ് സ്റ്റോർ ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതിൽ ഉള്ളത് മുഴുവൻ ഷിമ്മറി ഷെയ്ഡ്സ് ആണ്. നല്ല പിഗ്മെന്റേഷൻ ഒന്നും ഇല്ല, ലൈറ്റ് ആയിട്ടുള്ള പിഗ്മെന്റേഷൻ ആണ്. ഒത്തിരി യൂസ് ചെയ്തപ്പോഴാണ് ഇത്
അല്പമെങ്കിലും പിഗ്മെന്റേഷൻ ഉണ്ടായത് തന്നെ. ഞാൻ മെബിലിനിലെ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്ത് അതിൻ്റെ പുറത്തുകൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു. ഞാൻ കുറച്ചുകൂടെ പിഗ്മെന്റേഷൻ കിട്ടാൻ വേണ്ടി ആ ഗ്രീൻ ഷെയ്ഡ് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒത്തിരി വട്ടം അപ്ലൈ ചെയ്ത ശേഷമാണ് ആ കളർ കിട്ടിയത് തന്നെ. ഞാൻ മെബിലിൻ പാലറ്റിൽ നിന്ന് ഗ്ലിറ്ററി ഷെയ്ഡ്, അതായത് ഒരു യെല്ലോ ഷെയ്ഡ് എടുത്ത്, യെല്ലോ ഗ്ലിറ്ററി പോലത്തെ ഒരു ഷെയ്ഡ് എടുത്ത് ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്തു. ഞാനൊരു ഫ്ലാറ്റ് ബ്രഷ് എടുത്ത് ബ്ലാക്ക് ഷെയ്ഡ് വെച്ചു നമ്മുടെ ലോവർ ലാഷ് ലൈനിൽ ഞാൻ വരച്ചു കൊടുത്തു. 2 ഐസിലും വരച്ചു. അതിനുശേഷം ഞാൻ ഗ്രീൻ ഷെയ്ഡ് അതുപോലെ വരച്ചു കൊടുത്തു. മസ്കാരയ്ക്ക് ഞാൻ യൂസ് ചെയ്തത് ഡാസ്ലറിന്റെ മസ്കാരയാണ്. ലിപ് ലൈനറായിട്ട് ഞാൻ യൂസ് ചെയ്തത് റെഡ് കളറാണ്. ലിപ്സ്റ്റിക്ക് ഒരു റെഡ് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തത്. പക്ഷേ വീഡിയോയിൽ അത് ന്യൂഡ് കളറായിട്ടാണ് തോന്നുന്നത്. റെഡാണ് അപ്ലൈ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.